ഹായ് എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും റിപ്പബ്ലിക് ഡേയുടെ ആശംസകൾ അറിയിക്കുന്നു. 76th റിപ്പബ്ലിക് ഡേ നമ്മുടെ നാട്, നമ്മുടെ ഭാരതം, നമ്മുടെ ഇന്ത്യ കൊണ്ടാടുന്നു. ഈ അവസരത്തിൽ എല്ലാവർക്കും ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഐ ലവ് മൈ കൺട്രി. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നേരത്തെ വന്നിട്ട് ചെറിയ പ്രായം മുതൽ എനിക്ക് ഒരു പേട്രിയോട്ടിക് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മിലിറ്ററിയിൽ ചേരണമെന്നുള്ള ആഗ്രഹമായിരുന്നു. ആ കാലത്ത് മിലിറ്ററിയിൽ ലേഡീസിനെ എടുക്കത്തില്ല. അന്നെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒള്ളി ലേഡീസിനെ എടുക്കുന്നത് നഴ്സിംഗ് എന്നുള്ള ആ ഒരു പ്രൊഫഷണൽ മാത്രമാണ്. അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ എൻ്റെ പിതാവിനോട് ചോദിച്ചപ്പോൾ എൻ്റെ പിതാവ് അതിനെന്നെ എൻകറേജ് ചെയ്തില്ല. തന്നെയല്ല, എനിക്കങ്ങനെ ഒരു ഒരു ഡിഫൻസ് സർവീസിൽ ജോലി ചെയ്യുവാനായിട്ട് സാധിച്ചില്ലെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ബാംഗ്ലൂരിൽ ത്രൂ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖേന ഡിഫൻസ് പ്രൊഡക്ഷൻ്റെ ഒരു കമ്പനിയിൽ, അതായത് റഡാറ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയിൽ എനിക്ക് ജോലി ലഭിച്ചു. അതിനുശേഷം ഞാൻ ഒരു എയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വിവാഹം കഴിച്ചത്. അവരുടെ കുടുംബത്ത് പലരും എയർഫോഴ്സിലും ആർമിയിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫാമിലിയായിരുന്നു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് എയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്നു. അപ്പം എനിക്ക് ഡിഫൻസ് സർവീസിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു ഡിഫൻസിലുള്ള ഒരു വ്യക്തിയുടെ ഭാര്യയായിട്ടും ജീവിക്കാനായിട്ടുള്ള അവസരമുണ്ടായി. അതോടൊപ്പം തന്നെ ഒരു സ്വീറ്റ് മെമ്മറി എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. അതായത് 2010 ജാനുവരി 26 റിപ്പബ്ലിക് ഡേയുടെ അന്ന് എനിക്ക് ഒരു പ്രത്യേക അനുഭവം ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സന്തോഷം. ഞാൻ അന്ന് ഇസ്രയേൽ വിസിറ്റ് ചെയ്യാൻ പോയിരുന്നു. അവിടെ ഗലീല കടലിൽ അവിടെ ബോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷിപ്പും അല്ല, എന്നാൽ ട്രാവൽ ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ ബോട്ടിൽ ഞങ്ങൾ ടീമായിട്ട് ഒരു 10-25 പേരോളം ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ ഒരു ഇസ്രയേലിലുള്ള ഒരു ഉദ്യോഗസ്ഥനോടൊപ്പം ഞങ്ങളുടെ 2 ബിഷപ്പുമാരും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു ഷിപ്പിൽ വന്നിട്ട് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്ത് 26th നമ്മുടെ ആ വർഷത്തെ 2010 റിപ്പബ്ലിക് ഡേ ഞങ്ങൾ ബോട്ടിൽ കൊണ്ടാടി. അവിടെ ഞങ്ങൾ നാഷണൽ ആനന്ദം കടലിൻ്റെ നടുക്ക് പാടി ഞങ്ങൾ ദൈവത്തെ സ്തുതിച്ച് നാടിനെ ഓർത്ത് സന്തോഷിച്ചു. ഇന്നിപ്പോൾ ഈ റിപ്പബ്ലിക് ഡേയിൽ 15 വർഷത്തിന് ശേഷം ഇന്ന് കാര്യം എനിക്ക് ഓർമ്മ വന്നു. തന്നെയല്ല, ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നു. നമുക്ക് റിപ്പബ്ലിക് ആയതുകൊണ്ട്, റിപ്പബ്ലിക് ആയതുകൊണ്ട് നമുക്ക് പല ആനുകൂല്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സന്തോഷമായിട്ട് നമ്മൾ ജീവിക്കുന്നു. അതിന് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ദേശത്തിനായി പ്രാർത്ഥിക്കാം. നമ്മളുടെ കാര്യങ്ങളെല്ലാം ദൈവം ഭംഗിയായി നടത്തി തരുവാൻ വേണ്ടി, അതുപോലെ തന്നെ എല്ലാ ജനത്തെയും, ഇന്ത്യയിലെ ഓരോ സിറ്റിസനെയും ദൈവം കാക്കട്ടെ, കരുതട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല ആശംസകൾ നേരുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ എഴുതാവുന്നതാണ്. ബൈ ടു ഓൾ. ബൈ.